ഹായ് എവരി വൺ, ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ റിസർച്ച് ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ദർ ആർ 3 ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ്. അതായത് 3 ടൈപ്പ് റിസർച്ച് ഡിസൈനാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് റിസർച്ച് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് ഡിസൈനിന് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഏത് റിസർച്ച് ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ റിസർച്ച് ടോപ്പിക്കിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ആ റിസർച്ച് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് റിസർച്ച് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് റിസർച്ച് ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ ഫസ്റ്റ് റിസർച്ച് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ, ആൻഡ് തേർഡ് വൺ ഈസ് കോസൽ റിസർച്ച് ഡിസൈൻ. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് റിസർച്ച് ഡിസൈൻസാണിത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ വേറൊരു റിസർച്ച് ഡിസൈൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫോർ ഇപ്പം നമ്മളുടെ റിസർച്ചിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്പ്ലോറേറ്ററി നേച്ചറിലാണ് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച് ഡീപ്പ് നോളജ് അക്വയർ ചെയ്യാനും എന്താണ് പ്രോബ്ലം എന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പോത്തിസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം റിസർച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിസർച്ച് ഡിസൈനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ ഫസ്റ്റ് റിസർച്ച് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചിലാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ഓർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സർവേയും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസും ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദെൻ ഹിയർ ദി റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി വേരിയബിൾസ്. അപ്പോൾ ഇവിടെ റിസർച്ചറിന് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഹി ക്യാൻ ഓൺലി റിപ്പോർട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓർ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് മാത്രമേ റിസർച്ചറിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഗ്യാദർ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഫോർ ഫോർമുലേറ്റിംഗ് കോംപ്ലെക്സ് സ്റ്റഡീസ്. അപ്പോൾ കോംപ്ലെക്സ് സ്റ്റഡീസിന് ഇൻഫോർമേഷൻ ഫോർമുലേറ്റ് ചെയ്യാനായിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന് യൂസ് ചെയ്യുന്നത്. സിംപ്ലി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഓർ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഇവിടെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസ്ക്രൈബിങ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ പെർട്ടിക്കുലർ ഇവൻറ്റ് ഓർ എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ഓക്കെ, ദെൻ സോഷ്യൽ റിസർച്ച് എപ്പോഴും എന്തായിരിക്കും? ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലായിരിക്കും. ദെൻ അതേപോലെ തന്നെ ഇതൊരു സർവേ ആവാം, അല്ലെങ്കിൽ ഒരു ഫാക്ട് ഫൈൻഡിങ്
എൻക്വയറി, ഒരു സർവേ റിസർച്ച് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പാരറ്റീവ് റിസർച്ച് ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ചൊക്കെ ആവാം. എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈനാണ് കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസൽ റിസർച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ടൈപ്സ് ഓഫ് റിസർച്ച് എന്നുള്ള വീഡിയോയിൽ എന്താണ് കോസൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു അസർട്ടൈൻ ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. That is to ascertain the cause and effect relationship between two variables. അപ്പോൾ രണ്ട് വേരിയബിളിൻ്റെ കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ് കോസൽ റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണോ നമ്മൾ കോസൽ റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈനാണ് എന്തെന്ന് പറയുന്നത്, കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്ലാൻ വിത്തിൻ വിച്ച് ദി റിസർച്ച് വർക്ക് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ നമ്മളൊരു റിസർച്ച് വർക്ക് നടത്താനായിട്ട് ഒരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്, പ്ലാൻ തയ്യാറാക്കുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ പ്ലാനിനുള്ളിൽ മാത്രമായിരിക്കും നമ്മൾ ആ പെർട്ടിക്കുലർ റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസൽ റിസർച്ച് ലുക്സ് അറ്റ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡിറ്റർമിൻ വെദർ വൺ ഓർ മോർ വേരിയബിൾസ് കോസസ് ഓർ എഫക്ട്സ് വൺ ഓർ മോർ ഔട്ട്കം വേരിയബിൾസ്. അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ വെദർ വൺ ഓർ മോർ വേരിയബിൾസ് കോസസ് ഓർ അഫക്ട്സ് വൺ ഓർ മോർ ഔട്ട്കംസ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ വേരിയബിൾസ് അത് മറ്റ് ഔട്ട്കം വേരിയബിൾസിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ, ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസൽ റിസർച്ച് ഡിസൈൻ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കോസൽ സ്റ്റഡി അസ്യൂംസ് ദാറ്റ് ദി റിസർച്ചർ ക്യാൻ ഡിസ്ക്രൈബ് ബോത്ത് ദി കോസ് ആൻഡ് എഫക്റ്റ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു കോസൽ റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ പ്ലാന്, അതിൻ്റെ സീക്വൻസ് ഓഫ് ആക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോസൽ റിസർച്ച് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോസൽ ഡിസൈൻസ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനും കോസൽ റിസർച്ച് ഡിസൈനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫറൻസസ് ഇൻ ദി ഫീൽഡ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഫീൽഡുകൾ തന്നെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻസ് ആർ കൺസേൺഡ് ഓൺലി വിത്ത് ദി പ്രസൻറ്റ് ഫോംസ് ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻസ് നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രസൻറ്റ് ഫോമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. കോസൽ ഡിസൈൻസ് സ്റ്റഡി ചെയ്യുന്നത് ദാറ്റ് ഈസ് ദി റിയൽ ഫോം ഓഫ് ദി പ്രോബ്ലം. ആ പ്രോബ്ലത്തിൻ്റെ റിയൽ ഫോം എന്താണോ അതിനെയാണ് കോസൽ ഡിസൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ആൻഡ് ദേ ഓൾസോ സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ഫോർ ദെയർ സൊല്യൂഷൻ. അപ്പോൾ ആ റിയൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള വേസും അതിൻ്റെ മീൻസും അതിൻ്റെ സൊല്യൂഷൻസ് കാണാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ കോസൽ ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യും. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഇൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തിസിസിലും ഡിഫറൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഡാറ്റ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഹിയർ ഹൈപ്പോത്തിസിസ് ഈസ് ഫോർമുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഡാറ്റ ഓർ മെറ്റീരിയൽ. പക്ഷേ ഒരു കോസൽ റിസർച്ച് ഡിസൈനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് റിയൽ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ കോസൽ ഡിസൈൻസിൽ ഹൈപ്പോത്തിസിസ് എൻറ്റയർലി എന്ത് ചെയ്യുന്നുണ്ട്, ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഇൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, ടു അക്വയർ നോളജ്. ദെൻ ഒരു കോസൽ ഡിസൈനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഫൈൻഡ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദി വേരിയബിൾസ് ആണ്. രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിളിൻ്റെ കോസും എഫക്റ്റും റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്, പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം, അതായത് ആ പ്രോബ്ലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളും അതേപോലെ തന്നെ അതിനുള്ള റീസൺസും എവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്, കോസൽ ഡിസൈൻസിൽ അനലൈസ് ചെയ്യുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കോസൽ ഡിസൈനും ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനിൻ്റെയും ട്രീറ്റ്മെൻറ്റിൽ ഉള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റ് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഒന്നും ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനിൽ ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ അത് ആ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന റീസൺസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഒന്നും നമ്മൾ നടത്തണില്ല. ഏതിൻ്റെ കേസിൽ? ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ കോസൽ ഡിസൈൻ്റെ കേസിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ടൈംലി സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഡിറ്റർമിൻ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഓർ ടൈംലി സൊല്യൂഷൻ ഓഫ് ദി കോസൽ എലമെൻറ്റ് ഈസ് നെസസറി. ദെൻ ദി മെയിൻ causes behind the problem are studied by the researcher in the causal research. അപ്പോൾ ഒരു കോസൽ റിസർച്ചിൽ ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കോസ് ആൻഡ് എഫക്റ്റിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ബാധിക്കുന്ന കോസസും അതിൻ്റെ എഫക്റ്റിൻ്റെയും മെയിൻ റീസൺ എന്താണ്, മെയിൻ കോസ് എന്താണെന്നുള്ളതും അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഇൻ ദി ഫീൽഡ് എക്സ്പാൻഷൻ. അപ്പോൾ ഫീൽഡ് എക്സ്പാൻഷനിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് as they can broaden the borders of knowledge. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡീപ്പ് നോളജ്. അപ്പോൾ അത് കൂടുതൽ യൂസ്ഫുൾ ആക്കാനും എഫക്റ്റീവ് ആക്കാനും ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ സഹായിക്കും. പക്ഷേ കോസൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കനോട്ട് ബി എഫക്റ്റീവ്ലി എംപ്ലോയ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ ഒരു ഡീപ്പർ നോളജ് അക്വയർ ചെയ്യാനൊന്നും നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നില്ല, കോസൽ ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ ആൻഡ് കോസൽ റിസർച്ച് ഡിസൈൻസ്. നെക്സ്റ്റ് റിസർച്ച് ഡിസൈനാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വേറെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ എവിടെയാണോ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസർച്ച് പ്രോസസ് യൂസ്ഡ് ടു ഒബ്സർവ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. അപ്പോൾ കൺട്രോൾഡ് കണ്ടീഷൻസിൽ വേരിയബിൾസിൻ്റെ കോസും എഫക്റ്റും റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ, അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൺട്രോൾഡ് വേരിയബിൾസ് ആവാൻ കാരണം എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്ന സമയത്ത് വേരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദി ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ദിസ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ മാർക്കറ്റേഴ്സ് ഇൻ ടെസ്റ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിങ്ങിൽ ആണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റേഴ്സാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ കണ്ടക്ടിങ് ദി ടെസ്റ്റ് മാർക്കറ്റിംഗ്. ദെൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എയിംസ് അറ്റ് സ്റ്റഡിയിങ് ദി എഫക്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൻ്റെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബൈ കീപ്പിംഗ് ദി അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പം എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റേഷനാണ് ഓർ ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. അപ്പോൾ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഈ സിംഗിൾ വേരിയബിൾ ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഡിസൈന് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒന്ന് ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടും. അപ്പോൾ നമ്മളുടെ എക്സ്പെരിമെൻ്റൽ ഡിസൈന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട്, അതായത് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓർ സിംഗിൾ എക്സ്പെരിമെൻ്റൽ
ഡിസൈനും തമ്മിൽ ചേഞ്ചസ് വരും. ഓക്കെ, ഈ സിംഗിൾ എക്സ്പെരിമെൻ്റൽ ഡിസൈനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, സെക്കൻഡ് വൺ ഈസ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് തേർഡ് വൺ ഈസ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ഫോം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോമിൽ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ട്. ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ദെൻ എ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഈസ് യൂസ്ഡ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കൊരു സിംഗിൾ വേരിയബിൾ ഡിസൈന് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദർ ആർ 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇപ്പോൾ 2 അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒന്നിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 1 ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. ദെൻ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഫാക്ടോറിയൽ ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിംഗിൾ വേരിയബിൾ ഡിസൈൻസ്. അപ്പോൾ സിംഗിൾ വേരിയബിൾ ഡിസൈൻ 3 ക്ലാസിഫിക്കേഷനിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദാറ്റ് ഈസ് ദീസ് ഡിസൈൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ആബ്സെൻസ് ഓഫ് റാൻഡമൈസേഷൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഗ്രൂപ്പിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെദർ ദി ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റഡ് ഓൺലി ഓർ ബോത്ത് ആർ പ്രീ ടെസ്റ്റഡ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റഡ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ 1 or 2 ഗ്രൂപ്പ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഒന്നെങ്കിൽ പോസ്റ്റ് ടെസ്റ്റ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പ്രീ ടെസ്റ്റ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്തതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ആബ്സെൻസ് ഓഫ് റാൻഡമൈസേഷനെ ബേസ് ചെയ്തിട്ടാണ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈനിൽ റിസർച്ചർ എന്ത് ചെയ്യും, റാൻഡംലി അസൈൻ ചെയ്യും, ടെസ്റ്റ് യൂണിറ്റ്സിനെ റാൻഡംലി അസൈൻ ചെയ്യും ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്കും ടെസ്റ്റ് യൂണിറ്റ്സിനെ അസൈൻ ചെയ്യാണ്. ഓക്കെ, ദെൻ ഇവിടെ റിസർച്ചറിന് ഹയസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ ആണ് ഉണ്ടാവുന്നത് എമംഗ് ദീസ് സിംഗിൾ വേരിയബിൾ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. അപ്പോൾ ഓരോ സിംഗിൾ വേരിയബിൾ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൻ്റെ മുകളിലും റിസർച്ചറിന് ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ ആണ് ഉണ്ടാവുക. ഓക്കെ, ബിക്കോസ് കാരണം ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്തതാണ്, റാൻഡംലി അസൈൻ ചെയ്തതാണ്. ഓരോ ഗ്രൂപ്പിലേക്കും റാൻഡംലി അസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സിംഗിൾ വേരിയബിളിൻ്റെയും എക്സ്പെരിമെൻ്റ് ഡിസൈനിനെയും ഒരു പ്രോപ്പർ കൺട്രോള് റിസർച്ചറിന് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ സബ്ജക്റ്റ് റാൻഡംലി അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ കൺട്രോൾ ഉണ്ടാവും ഇൻറ്റേർണൽ വാലിഡിറ്റീൻ്റെയും അതേപോലെ തന്നെ എക്സ്റ്റേണൽ വാലിഡിറ്റീൻ്റെയും മുകളിൽ. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പ്സിൻ്റെ യൂസ് ഓഫ് കൺട്രോൾ ഗ്രൂപ്പ്സും ദെൻ അതേപോലെ റാൻഡം അസൈൻമെൻറ്റ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പിലേക്കും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്കും നമ്മൾ ടെസ്റ്റ് യൂണിറ്റിനെ റാൻഡംലി അസൈൻ ചെയ്യാണ്. അതേപോലെ തന്നെ റാൻഡം അസൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ. അപ്പോൾ കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിലേക്ക് നമ്മൾ റാൻഡം അസൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ്സും ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. അതിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റിസർച്ച് ഡിസൈനാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ട്, ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനും സിംഗിൾ ഓർ ഇൻഡിവിജ്വൽ എക്സ്പെരിമെൻ്റൽ ഡിസൈനും ഉണ്ട്. അപ്പോൾ സിംഗിൾ വേരിയബിൾ ഡിസൈനിൽ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ നമ്മൾ ടെസ്റ്റ് യൂണിറ്റ്സിന് നമ്മൾ റാൻഡംലി അസൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആബ്സെൻസ് ഓഫ് റാൻഡമൈസേഷനാണ് വരുന്നത്. അതായത് റാൻഡംലി നമ്മൾ ടെസ്റ്റ് യൂണിറ്റ്സിനെ അസൈൻ ചെയ്യുന്നില്ല പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെ കേസിൽ. ഡിസൈനിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇപ്പോൾ 1 or 2 ഗ്രൂപ്പ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ്സ് പോസ്റ്റ് ടെസ്റ്റ് ചെയ്ത ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റഡ് ആണോ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റഡ് ആണോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെസ്റ്റ് യൂണിറ്റ്സിനെ അസൈൻ ചെയ്യുന്നത്. ഇവിടെ റാൻഡംലി അസൈൻ ചെയ്യണില്ല
എന്നുള്ളതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസർച്ചർ ടെസ്റ്റ് യൂണിറ്റിനെ റാൻഡംലി അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. 2 രീതിയിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റും സെക്കൻഡ് വൺ ഈസ് ഫീൽഡ് എക്സ്പെരിമെൻറ്റും. അപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ലബോറട്ടറി. അപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സിനെയാണ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വേരിയബിൾസിനെയൊക്കെ അയാൾക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റഡി നടത്തുന്നതാണ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. Then laboratory experiment is an investigation conducted in situation created specifically for that purpose. ആ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നതാണ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്. ഇനി ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ലൈഫ് സെറ്റിങ്സിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദി നാച്ചുറൽ സെറ്റിങ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ദി കേസ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൽ ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നതാണ് എന്ത്, ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദി എക്സ്പെരിമെൻറ്റ്സ് മാനിപ്പുലേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ഓർഡർ ടു ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ബിസിനസ് റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നത് ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് experiments. That is, first one is laboratory experiment and second one is field experiment. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.